ഇസ്രായീൽ ലിയുസ്തസ്ഖാ ലഹും ഫഅവഹാ അല്ലാഹു ഇലൈഹി. നോക്ക്, ഈ ഖാദിൽ നിന്നാ വായിക്കുന്നത്. ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു ഈ ഖാദിൽ ഹിക്മന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ, ഞാൻ ഹിക്മന്റെ വ്യാഖ്യാനം വായിക്കാം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് 7 വർഷം വെള്ളം കിട്ടിയില്ല, മഴ പെയ്തില്ല ഇസ്രായേലി ജനതയിലേക്ക്. അപ്പോൾ പറഞ്ഞ മനസ്സിലായില്ല നോഫിൽ? എന്താ പറഞ്ഞേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഇസ്രായേലികൾക്ക് 7 വർഷം വെള്ളം കിട്ടിയില്ല. അവർ അക്രമത്തമ്മാടിത്തരം ജനത പറഞ്ഞ നന്നാവാത്ത ജനതയാണ്. അപ്പോൾ മൂസാ നബി എന്ത് തീരുമാനിച്ചു? 70,000 ആളുകളെയും കൂട്ടി മരുഭൂമിയിൽ പോയി ദ്വാരക്കുക. എത്ര ദ്വാരക്കാൻ പോവുകയാണ്, ശിർക്ക് ചെയ്യാൻ പോവുകയല്ല, ദ്വാരക്കാൻ പോവുകയാണ്. എത്ര? 70,000. കിതാബ് അങ്ങനെ തന്നെ വായിക്കുക. ഫഖറജ സയ്യിദുനാ മൂസ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെട്ടു. ബിസബ്ഈന അൽഫൻ മിൻ ബനി ഇസ്രായീൽ. ബനി ഇസ്രായീലിൽ നിന്നുള്ള ബിസബ്ഈന അൽഫൻ 70,000 കൊണ്ട് പുറപ്പെട്ടു. ലിയുസ്തസ്ഖാ ലഹും, അവർക്ക് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 70,000 ആളുകളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് പോയി സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. ഫഅവഹാ അല്ലാഹു ഇലൈഹി. അപ്പോൾ മൂസാ നബിക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. കൈഫ അസ്തജീബു ലഹും വഖദ് അള്ളലമത് അലൈഹിം ദുനൂബുഹും വസറായിറുഹും ഖബീസ. ഈ 70,000 വന്നിട്ട് എന്നോട് ദ്വാരന്നിട്ടൊന്നും ഒരു തുള്ളി വെള്ളം പൊട്ടൊന്നും വിചാരിക്കണ്ട മൂസ. എങ്ങനെ അതിന് മാത്രം നല്ല തമ്മാടികളാൽ വരും. ഇവരെ ഉള്ളിന്റെ ഉള്ളിൽ പറയും വേണ്ട, ഖബീത്ത് വൃത്തിയാണ്. ഈ തൽക്കാലം ഒരു ഒന്ന് കൊടുത്തിട്ട് ദ്വാരനാ തന്നെ അവരെ രഹസ്യങ്ങൾ ചീത്തയാണ്, വൃത്തിയേടാണ് അവരെ കൽബ് മുഴുവനും. പിന്നെ ഞാൻ അവർക്ക് എങ്ങനെ ഉത്തരം കൊടുക്കും? മനസ്സിലാവണ്ടേ പറഞ്ഞത്? ഞാനെങ്ങനെ ഞാൻ എങ്ങനെയാണ് അവർക്ക് ഉത്തരം കൊടുക്കുക? ആചാര്യ തമ്മാടികളല്ലേ ഈ വരുന്ന ആളുകൾ മുഴുവനും. അവർക്ക് എന്റെ ശിക്ഷയിൽ പേടിയില്ല, അവർക്കായിട്ട് ഞാൻ ചെയ്തു തരുമെന്ന് ഉറപ്പില്ല. നമുക്കൊന്നും നോക്കുക. ഏതായാലും വെള്ളമല്ല, എന്നാ നമുക്കൊന്ന് പറയാ. അവര് പുറപ്പെടുമ്പോ അവരെന്താണ് അവരെ പെണ്ണുങ്ങളോട് പറയുന്നത്? എന്ത്? ഇനിയിപ്പോ മൂസാന്റെ ഒരു കുറുങ്കൗശലാണ്, പോയി നോക്കുക. അവരെന്നോട് ദ്വാരക്കാണ്. അവർക്ക് എന്തില്ല? ദ്വാരനാൽ ഉത്തര ഉറപ്പാണ് എന്ന ഉറപ്പൊന്നും അവർക്ക് ഇല്ല. എന്റെ ശിക്ഷയെ അവർക്ക് പേടിയുമില്ല. ഒരു പല പണിയെടുത്ത് നോക്കി, മഴ ചെയ്യണില്ല. അപ്പൊ മൂസ പറഞ്ഞു അള്ളാഹുനോട് ദ്വാരന്നാ മതി. എന്നായിക്കോട്ടെ. ഇപ്പൊ മൂസ പറഞ്ഞു ദ്വാരന്നില്ല, അയും വേണ്ട. 70,000 മണ്ണ് ദ്വാരന്നിട്ടൊന്നും മുന്നോട്ട് ദ്വാരന്നിട്ട് കാര്യമല്ല, വെള്ളം കൊടുക്കൂലേ ഞാന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇർജി അലൈഹിം ഫഇന്ന അബ്ദ മിൻ ഇബാദി യുഖാലു ലഹു ബർഹ്. തിരിച്ചു പോ, നാട്ടിലേക്ക് തിരിച്ചു പോ. മരുഭൂമിയിലെ ദ്വാര നിർത്ത്, നാട്ടിലേക്ക് തിരിച്ചു പോ. ഇസ്രായേലികളെ കൂട്ടത്തിൽ ബറഹ് എന്ന പേരിൽ ഒരാളുണ്ട്, അയാളോടൊന്ന് ദ്വാരക്കാൻ പറഞ്ഞതാ. നിങ്ങളിന്റെ കൂടെ അല്ലേ? വഴി അറിയിക്കാണ്. ആര് പറയാ? ആര്? അല്ലാഹു തആല. ആർക്ക്? മൂസാ നബിക്ക്. മൂസ തിരിച്ചു പോ, അവരോടൊക്കെ പോയി പാർക്കാൻ പറയേ. അവർ ദ്വാരന്നിട്ട് കാര്യമില്ല, ഒരു തുള്ളി വെള്ളം താഴ്ത്തു വരില്ല. അവർക്കിടയിൽ ബറഹ് എന്ന പേരിൽ ഒരാളുണ്ട്, അയാളോട് ദ്വാരക്കാൻ പറയേ. അയാൾ പുറത്തു വരട്ടെ. അയാൾക്ക് ഉത്തരം നൽകപ്പെടും. മനസ്സിലായില്ലേ? അവർക്ക് ഉത്തരം അയാൾക്ക് ഉത്തരം നൽകപ്പെടും. അയാൾ പുറത്തു വരട്ടെ. അയാൾ ഉള്ളിന്റെ ഉള്ളിലാണ്. അയാളെ കണ്ടുപിടിക്ക്, എന്നിട്ട് അയാളെ പുറപ്പെടുവിക്ക്, എന്നിട്ട് അയാളോട് ദ്വാരക്കാൻ പറയാം. എന്താ പേര്? ബറഹ് റളിയല്ലാഹു അൻഹു. ദ്വാരക്കാൻ വേണ്ടി പറയാറ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അൻഹു മൂസാ നബി അലൈഹി സ്വലാം ജനങ്ങളോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ബറഹിനെ അറിയോ? അപ്പൊ എല്ലാവരും പറയും, എങ്ങനത്തെ ഒരാളെ നിങ്ങൾ അറിയില്ല. ബറഹോ? എന്ത് ബറഹ്? പള്ളി കമ്മിറ്റിയിലൊന്നും അയാളില്ല, ജനറൽ ബോഡിയിലും ഇല്ല, പള്ളി കമ്മിറ്റിയില്ല, മദ്രസ കമ്മിറ്റിയിലും ഇല്ല, ഒന്നുമില്ല. ഒളിയത്തിന് ഇറച്ചി ഏറിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തല്ലുണ്ടാക്കാനോ അതിനൊന്നും അയാളില്ല, അവിടെ ഒന്നും അയാളില്ല. പിന്നെ എന്താ?
ഞങ്ങൾ അങ്ങനത്തെ ഒരാളറിയില്ല മൂസാർ. ഞങ്ങൾക്ക് ദ്വാരക്കണമെങ്കിൽ ഞങ്ങളൊന്നും കൂടി പോകുന്നില്ല, അല്ലാതെ ഞങ്ങളെക്കാളും വലിയൊരു ബറഖനെന്ന് ഇവിടെ ഞങ്ങൾക്കറിയില്ല. മൂസ, അങ്ങനെ മൂസാ നബി അന്വേഷിച്ച് നടന്നു. ഈ ബറഖിനെ കിട്ടണം. അള്ളാഹു വഴി അറിഞ്ഞാൽ, അള്ളാഹു വഴി അറിയിച്ചോണ്ട് അങ്ങനത്തെ ഒരാൾ ഇവിടെ പറയേ, അങ്ങനത്തെ ആൾ ഇവിടെ ഉണ്ട്, ഇനി കണ്ടെത്തിയാൽ മതി, അതിന്റെ ഉത്തരവാദിത്തല്ലേ. അങ്ങനെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഒരു വഴിയിൽ നടന്നു നോക്കുമ്പോൾ അസ്വദ, ഒരു കറുകറുത്ത അടിമയെ കണ്ടു. ഇസ്തഖ്ബലഹു, അയാളുടെ മുന്നിൽ സുജൂദ്, അയാളെ നെറ്റിത്തളത്തിൽ അപ്പോഴും എന്തുണ്ട്? സുജൂദിന്റെ മണ്ണുണ്ട് എന്ന്. കഴുത്തിലൊരു ഒരു ഒരു പുതപ്പ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് എന്ന്. ഫഅറഫഹു മൂസ അലൈഹിസ്സലാം, അപ്പോൾ മൂസാ നബിക്ക് മനസ്സിലായി ഇതാളെന്നായിരിക്കും. ഫസല്ലമ അലൈഹി, അപ്പോൾ സലാം പറഞ്ഞു. ഫഖാല, മൂസാ നബി ചോദിച്ചു മസ്മുക, നിങ്ങളെ പേരെന്താ? ഫഖാല, അയാൾ പറഞ്ഞു ബറഖ്, എൻ്റെ പേര് ബറഖ്. ഓ. ഫഖാല ലഹു മുദ്ഹീൻ വഅന അത്ലുബുക, ഞാൻ കുറച്ച് കാലമായി നിങ്ങളെ അന്വേഷിക്കാം. ഉഖ്റുജ് ഫസ്തസ്ഖലന, നിങ്ങളൊന്ന് മരുഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് പറയാൻ ഒന്ന് ദ്വാരക്കി മൂസ, എന്ന് ദ്വാരക്കി ബറഖ്, നിങ്ങൾ വേർന്നാൽ നാട്ടിലേക്ക് മഴ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബറഖ് മൂസാ നബിയെ കൽപ്പിച്ച നബിയല്ലേ, മനസ്സിലാവുണ്ട് പറഞ്ഞത്. നിന്റെ അർത്ഥം മൂസാ നബി വേർന്ന ഉത്തരം കിട്ടൂല എന്നല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. നീ അന്തല്ലാത്തൊരു അങ്ങനെ മനസ്സിലാക്കും. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. നബിമാർ ഇവിടുന്ന് പോയാലും ഇങ്ങനത്തെ ജനത ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? വെള്ളമുണ്ട് പറയായി ഞാനടായി ചരിത്രം കൊടുത്തിരിക്കുന്നത്. നബിമാരെന്നെ വേണ്ട, അങ്ങനെ നബിമാർ വരെ ദ്വാർപ്പിച്ച ജനത ഇവിടെ ഉണ്ട്. അവർ നബിയല്ല, പക്ഷെ അവർ ദ്വാക്ക് ഉത്തരം ഉണ്ടാവും. നിങ്ങളൊന്ന് ദ്വാരക്കിന്ന് പറഞ്ഞു. അങ്ങനെ ആ ആളോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. അയാൾ വന്നു, അയാൾ ആ മരുഭൂമിയിലേക്ക് വന്നു. അങ്ങനെ അയാൾ ദ്വാരക്കാൻ വന്നു. തൊട്ടടുത്ത് ഇരിക്കുകയാണ് ആര്? മൂസാ നബി. ഇയാൾ ദ്വാരക്കുക, ഇയാൾ ദ്വാരക്കണം. എന്താണെന്നറിയാം? മഹാദമിൻ ഫാലിഖ്, ഇതൊന്നും നീ ചെയ്യേണ്ട പണിയല്ല. ആരാടാ പറയണം? അല്ലേ, മനുഷ്യന്മാരെയൊക്കെ കഷ്ടപ്പെടുത്തിയിട്ട് വെള്ളം കൊടുക്കാക്കുക, ഇതൊന്നും വിജയിച്ചെടുക്കേണ്ട പണിയല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇതൊന്നും നീ വിധിക്കേണ്ട വിധിയല്ല. അല്ലെ, ഞാൻ എന്നോട് പറഞ്ഞാൽ ഇയാൾ പഠിച്ചു തന്നെ, പക്ഷെ ഞാൻ എന്നോട് പറയാം എന്ത്, ഇതൊന്നും ചെയ്യേണ്ട പണിയല്ല, ഈ വിധിക്കേണ്ട വിധിയല്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരാളായിട്ട് നിന്നെ അറിയപ്പെട്ടിട്ടില്ല. വാരിക്കുരി കൊടുക്കണമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല മനുഷ്യന്മാരെ മഴയും വെള്ളം കൊടുക്കാതെ അങ്ങനെ കഷ്ടപ്പെടുത്താണ്, അങ്ങനെ ഞങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അല്ല, എന്നെ വെള്ളം കുറഞ്ഞു, വെള്ളമില്ലേ? അല്ല, എനിക്ക് എന്താ പറ്റി? അനക്കസത്തെ ആലേക്ക് അഴയൂന് മായ്ക്ക്, നിനക്ക് വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം കിട്ടണ അതിപ്പോ പറ്റ കഴിഞ്ഞോ? ആരോടൊപ്പ പറയണേ? പ്രത്യക്ഷത്തിൽ നോക്കിയ കുഫറല്ലേ? അല്ല, എന്റെ വെള്ളം വരുന്ന അസലൊക്കെ അതൊക്കെ അടഞ്ഞോ? അല്ല, ഇപ്പൊ വെള്ളമൊക്കെ തീരെ കിട്ടാതെ ആയോ? മേഘത്തിനെയും വഹിച്ചിട്ട് ആ നേരെ ഞങ്ങളെ ഗ്രാമത്തിന്റെ മേലെ വരാൻ വേണ്ടി നീ മേഘത്തോട് പറഞ്ഞാൽ മേഘപ്പ നിനക്ക് വൈപ്പെടാതെയായോ? നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ല. കാറ്റുകൾ നിനക്ക് വൈപ്പെടാതെയായോ? കാറ്റാണ് എന്തിനെ കൊണ്ടുവരിക? എന്താ ഇരിക്കണേ? മേഘത്തെ കൊണ്ടുവരേണ്ട ആരാ? കാറ്റല്ലേ? ഞങ്ങൾ കുറെ കാലമായി പറയും വെള്ളം വെള്ളം വെള്ളം, കാറ്റ് വരില്ലല്ലോ. എന്തേ ഈ പറഞ്ഞ കാറ്റ് കേൾക്കാനായിട്ടുണ്ടോ? അല്ല, അവരോട് പറഞ്ഞാളാ എന്താ ഇവിടെ പരിപാടി? അല്ല, നിന്റെ ഉള്ളതൊക്കെ പറ്റിയോ? അല്ല, ദോഷികളോട് എല്ലാവർക്കും പുറത്തു കൊടുക്കാന്ന് പറഞ്ഞ ഇപ്പൊ പുറത്തു കൊടുക്കുന്ന പണിയാണ് നിർത്തിയോ? ദോഷികളോടൊക്കെ അത്രയും നിനക്ക് ദേഷ്യായോ? നിനക്കാണ് ദേഷ്യം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇവ എന്തായി കണ്ടത്? എത്ര പേച്ച് തെറ്റിയതാലും ഇജ്ജ് പുറത്തു കൊടുക്കണമെന്നാണോന്നല്ലേ ഞങ്ങളോട് പറഞ്ഞേ. ഇതിപ്പോ എന്തപ്പോ മനസ്സിലായില്ലേ? ഏത് തെറ്റ് ചെയ്താലും പുറത്തു കൊടുക്കാന്ന് പറഞ്ഞ ഇപ്പൊ എന്താ ഏത് കളി കളിക്കണേ? നീ റഹ്മത്തിനെ പഠിച്ചു. റഹ്മത്തിനോട് പറഞ്ഞു എല്ലാവർക്കും കൊടുക്കണേ കൊടുക്കണേ എന്ന് ഇജ്ജനെ പറഞ്ഞു. ഇജ്ജ് റഹ്മത്തിനെ പഠിച്ചു, എനിക്ക് റഹ്മത്തിനോട് പറഞ്ഞു എല്ലാവർക്കും കൊടുക്കണേ കൊടുക്കണേ എന്ന് ഇജ്ജ് റഹ്മത്തിനോട് പറയും ചെയ്തു. എന്നിട്ടോ എന്നിട്ട് ഇജ്ജ് ചെയ്തിന് ഇജ്ജനെതിരാകും. അതിന്റെ പരിപാടിയാ? മനസ്സിലായില്ല?
ഇജ്ജ് റഹ്മത്തിനെ പടക്കുക. എന്നിട്ട് റഹ്മത്തിനോട് ഇജ്ജ് എന്ത് പറയാ? ആര് ചോദിച്ചാലും കൊടുക്കണം. നീ ഇജ്ജിന് ഇപ്പുറത്ത് തിരിഞ്ഞു പറയാൻ കൊടുക്കണം കേട്ടോ. എന്തൊരു പടിയാ? ഇജ്ജെന്നെ ഞങ്ങളെ കേക്ക് ഒന്ന് പറയാ, പിന്നെ വേറൊന്ന് ഇജ്ജെന്നെ ചെയ്യാ. ഇതൊന്നും പടച്ചോൻ ചെയ്യേണ്ട പണിയല്ലട്ടാ എന്ന്. അല്ല, ഇത് ചെയ്തെന്ന വല്ല നഷ്ടമുണ്ട് നിനക്ക് പേടിയുണ്ടോ? ശിക്ഷിച്ചാളാ. ഞങ്ങൾക്ക് വല്ല ഉപകാരം ചെയ്തു തന്നാൽ നിനക്ക് നഷ്ടം പറ്റുമോ? എന്നാ വേഗം ഞങ്ങളെ ശിക്ഷിച്ചാളാ. കഴിഞ്ഞില്ല. മഴ അങ്ങോട്ട് പൊള്ളിഞ്ഞാടി ചാടി. നാടാകെ മഴ പെയ്തപ്പോഴത്തിന് എന്തായി? അങ്ങോട്ട് മുളച്ചു. ചെടികളും സസ്യങ്ങളും തോട്ടങ്ങളും അങ്ങോട്ടും മുളച്ചു. അങ്ങോട്ടും പെട്ടെന്ന് മഴ പെയ്തപ്പോഴത്തിന് മുള പൊട്ടി നാടാകെ പച്ചപ്പായി. പെട്ടെന്ന് ഫീനിസഫിയോമിൻ ഒരു ദിവസത്തിൻ്റെ പകുതി ആയപ്പോഴത്തിന് ഒരു വാനം കയറിയവൻ്റെ കാലിൽ തട്ടാൻ മാത്രം പുല്ല് വളർന്നു. ഫീനിസഫിയോമിൻ എന്തുകൊണ്ട്? പറ ഇത് കറാമത്തിൻ്റെ വെള്ളാണ്. അതുകൊണ്ട് പറയാൻ തന്നെ ഒരു ദിവസത്തിൻ്റെ പകുതി കൊണ്ട് ഹത്ത യസീർ റാക്കിബു, ഒരു ഒട്ടകപ്പുറത്തിരിക്കുന്നവൻ്റെ കാലിൽ എന്ത് തട്ടും? പുല്ലിന്റെ തലപ്പ് തട്ടും. അക്കോലത്തിൽ പുല്ലും സസ്യവും ചെടിയും തോട്ടവും അങ്ങോട്ട് വളർന്നു. വാട്ടി മനോരം, ഒരു പാരഡൈസ് പോലെയായി. ഒന്നായിട്ട് നാടാകെ അങ്ങോട്ട് ഭംഗിയായി. ഫഖറജ ബറഖ് പിന്നെ പുറപ്പെട്ടു. മനസ്സിലായില്ലേ? ബറഖ് പോയി. ബറഖ് എവിടെന്നില്ല, ഉത്തരവാദിത്തം കഴിഞ്ഞു പോയി. ഫസ്തഖ്ബലഹു മൂസ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നാലെ കൂടി വന്നു. ഫഖാല, എന്നോട് ചോദിച്ചു, മഹാദൽ ഖിതാബുല്ലദീ ഖാതബ്ത ബിഹിൽ ഹഖ. പടച്ചോനോടൊക്കെ എങ്ങനെ പറയാൻ പറ്റുമോ? വെച്ചാൽ നിങ്ങളെന്ത് വർത്താനം? മഴ നടക്കട്ടെ, എന്ത് വർത്താനങ്ങൾ ഈ പറഞ്ഞേ? ോടൊക്കെ ഇങ്ങനെ വർത്താനം പറയാൻ പറ്റും? നിങ്ങൾ എന്താ വിചാരിച്ചേ? അല്ലെ എൻ്റെ വെള്ളമൊക്കെ പറ്റിയോന്നോ? നിങ്ങൾ ആരോട് ചോദിച്ചേ? പറേ അള്ളാനോട്. ഈ ജാതി ഇജന്ന് ചെയ്ത പണിയല്ല, എൻ്റെ വെള്ളമൊക്കെ പറ്റിപ്പോയോ? റഹ്മത്തിനോട് കൊടുക്കണം എന്ന് പറയാം. എന്നിട്ട് ഇജന്നെ അപ്പുറത്തുനിന്ന് എതിരി കാട്ടുക. ആ ജാതി പരിപാടിയൊന്നും ഇജന്നെപ്പോഴത്തെ ആളുകൾ ചെയ്യാൻ പാടില്ലല്ലോ. നിങ്ങൾ എന്താ മനുഷ്യ വിചാരിച്ചേ? മഴയൊക്കെ കൊടുക്കട്ടെ, നിങ്ങളിപ്പോൾ കാവറാണ് പണിയെല്ലാം എടുത്ത്. മൂസ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല വഹി അറിയിച്ചു, വിട് അയാളോട് വർത്താനം പറഞ്ഞ് നിൽക്കണ്ട. ഫഇന്ന ദുആഹു യുദ്ഹികുനി. അയാൾ ദുആ തുടങ്ങിയാൽ എനിക്ക് ചിരി വരും. ഞാൻ അയാൾ ദുആ എന്ന് കേൾക്കാനാണ് ഒന്ന് ദ്വാരപ്പിക്കാൻ പറഞ്ഞത്. ആ ദുആ കേട്ട സന്തോഷത്തിൽ ഞങ്ങൾക്ക് വെള്ളം തന്നതാ. എങ്ങനെയുണ്ട്? നിങ്ങൾ പറഞ്ഞു. ഈ നാട്ടുകാരൊക്കെ ഇപ്പോൾ ഫത്വ കമ്മിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ പറഞ്ഞ ഏരിയതൊക്കെ നേരെ ഫത്വ കമ്മിറ്റി കൊടുത്താൽ ഇന്നാലിന്നെ ഫത്വ കമ്മിറ്റി എന്നല്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഫത്വ കമ്മിറ്റി ചൂടാണ്ട, ഏതെങ്കിലും മക്കത്തെ ഫത്വ കമ്മിറ്റി കൊടുക്കുക നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇത് ഈ ഏരിയ നമ്മൾ മക്കത്തെ ഫത്വ കമ്മിറ്റി കൊടുത്താൽ ഉടനെ എന്താ വിധിക്കുക? നായൊക്കെ പെയ്തിട്ടുണ്ടാകും. പക്ഷെ മൂപ്പര് കാഫറ. എന്ത് വർത്താനാ പഠിച്ചോനോട് പറഞ്ഞു? എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? എന്നാ മൂമിനായ ഞങ്ങൾ തുറന്ന ഒരു തുള്ളി വെള്ളം കിട്ടുമോ? ഇല്ല. എന്തേ? അയാളും റബ്ബും തമ്മിൽ എന്തില്ല? അകലില്ല. അയാൾ പണിയെടുക്കുന്നത് ആർക്കാണ്? റബ്ബിനാണ്. അപ്പൊ പറയാം